ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ നന്നായി അറിയുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 അൽ ബയാൻ നഖറഉൽ ഫിഖ്റ വനുജീബു അനിൽ അസ്ഇലതി താലിയ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സൈമുൻ ഹിന്ദിയൻ മഷ്ഹൂറുൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ പ്രശസ്തനായ ഒരു നേതാവായിരുന്നു. വുലിദ ബി പോർബന്ദർ ഫി 2 ഒക്ടോബർ സന 1869 മീലാദ്. 1869 ഒക്ടോബർ 2 പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. ലൊഖൈബ ബി അബിൽ വത്വൻ. രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. വാലിദുഹു കരംചന്ദ് ഗാന്ധി, അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയും വാലിദത്തുഹു പുത്ലിബായി, അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് പുത്ലിബായിയുമാണ്. അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നാണ് അദ്ദേഹം സത്യസന്ധത പഠിച്ചത്. ഇംഗ്ലണ്ടിൽ പഠിക്കുകയും സൗത്ത് ആഫ്രിക്കയിൽ വക്കീൽ ജോലി ചെയ്യുകയും ചെയ്തു. കാന ഗാന്ധി റായിദ ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കക്കാരനായിരുന്നു ഗാന്ധിജി. അല്ലഫ കസീറൻ മിനൽ കുതുബി മിൻഹ ഖിസ്സത്തു തജാരി മഅൽ ഹഖീഖ. ഇന്ത്യ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. തുവഫിയ ഫി 30 യനായർ സന 1948 മീലാദ്. 1948 ജനുവരി 30 അദ്ദേഹം അന്തരിച്ചത്. ഇനി നമ്മൾക്ക് ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൊഖൈബ മഹാത്മാഗാന്ധി ബി ഡാഷ്. ഡാഷ് എന്നാണ് മഹാത്മാഗാന്ധിയുടെ വിളിപ്പേര്. എന്തെല്ലാമാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് വൺ റഈസുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാഷ്ട്രപതി. സെക്കൻഡ് വൺ അബിൽ വത്വൻ, രാഷ്ട്രപിതാവ്. തേർഡ് വൺ ശാശാജി, ചാച്ചാജി. ഫോർത്ത് വൺ സ്വാഹിബ്. ഏതാണ് ആൻസർ? സെക്കൻഡ് വൺ ആണ് അല്ലേ, അബിൽ വത്വൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാ ഇസ്മു കിതാബിഹിൽ മഷ്ഹൂർ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേരെന്താണ്? ഫസ്റ്റ് വൺ അജ്നിഹത്തു മിൻ നാർ, അഗ്നിച്ചിറകുകൾ. സെക്കൻഡ് വൺ ഷാത്തു ഫാത്തിമ, പാത്തുമ്മയുടെ ആട്. തേർഡ് വൺ അൽ ഹിന്ദു തനാലു ഹുർരിയ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ഫോർത്ത് വൺ ഖിസ്സത്തു തജാരി മഅൽ ഹഖീഖ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഏതാണ് ആൻസർ? ഫോർത്ത് വൺ ആണ് അല്ലേ, ഖിസ്സത്തു തജാരി മഅൽ ഹഖീഖ. തേർഡ് ക്വസ്റ്റ്യൻ, ഐന വുലിദ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? ഫസ്റ്റ് വൺ പോർബന്ദർ, സെക്കൻഡ് വൺ ഡൽഹി, തേർഡ് വൺ അഫ്രീഖ, ഫോർത്ത് വൺ ഇഞ്ചിൽത്ര. ഏതാണ് ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ, പോർബന്ദർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, മതാ വുലിദ ഗാന്ധി, ഗാന്ധിജി എപ്പോഴാണ് ജനിച്ചത്? ഫസ്റ്റ് ഓപ്ഷൻ 1947. സെക്കൻഡ് ഓപ്ഷൻ 1948. തേർഡ് ഓപ്ഷൻ 1960. ഫോർത്ത് ഓപ്ഷൻ 1995. ഏതാണ് ആൻസർ? തേർഡ് ഓപ്ഷൻ ആണ് അല്ലേ, 1869. അഞ്ചാമത്തെ ചോദ്യം, മാ മുഫ്രദ് കലിമത്ത് കുതുബ്, കുതുബ് എന്ന വാക്കിന്റെ മുഫ്രദ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കാത്തിബ്, സെക്കൻഡ് ഓപ്ഷൻ കതബ, തേർഡ് ഓപ്ഷൻ കിതാബ്, ഫോർത്ത് ഓപ്ഷൻ കിതാബ. ഏതാണ് ആൻസർ? തേർഡ് ഓപ്ഷൻ ആണ്, കിതാബ്. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 2 അൽ ഹിവാർ, സംഭാഷണം. നഖറുൽ ഫിഖ്റത വനുകമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
മുസമ്മിലുൻ ദാരിസുൻ ഫി സൊഫിൽ ഖാമിസ്. മുസമ്മിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അബൂഹു മുസാരിഉൻ, അവന്റെ ഉപ്പ കർഷകനാണ്. തജിരി ഫി മദ്രസത്തിഹി മഅ്തുബത്തി ഓണം, അവന്റെ സ്കൂളിൽ ഓണസദ്യ തയ്യാറാക്കുകയാണ്. ജാഅ അബൂഹു ഹാഷിം ഇലൽ മദ്രസത്തി ലിൽ ഇസ്തിറാക്കി ഫിൽ ഹഫ്ല, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുസമ്മിലിന്റെ ഉപ്പ ഹാഷിം സ്കൂളിലേക്ക് വന്നു. ഫലഖിയഹു നാദിറുൽ മദ്രസത്തി ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അദ്ദേഹം സ്കൂൾ ഹെഡ് മാസ്റ്ററെ കാണുകയും അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയും ചെയ്തു. ആ സംഭാഷണമാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. കൂട്ടുകാർക്ക് സംഭാഷണം പൂർത്തിയാക്കാനായി ഇവിടെ ബോക്സിൽ കുറച്ച് പോയിന്റ്സുകൾ നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചാണ് നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഹലറവാത്ത്, പച്ചക്കറികൾ, അൽ മസ്റഅത്തി, കൃഷിസ്ഥലം, ടൊമാറ്റിം, തക്കാളി, ബാമിയ, വെണ്ട, ശുക്രൻ, നന്ദി, അദസ്, പയർ. ഇനി നമ്മൾക്ക് സംഭാഷണം പൂർത്തിയാക്കി നോക്കാം. വാലിദ്, ആദ്യം ഹെഡ് മാസ്റ്ററെ കണ്ടപ്പോൾ തന്നെ എന്തായിരിക്കും ഉപ്പ പറഞ്ഞിട്ടുണ്ടാവുക? അസ്സലാമു അലൈക്കും. അത് നമ്മൾ അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. ഇനി നാദിറുൽ മദ്രസ, അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്തായിരിക്കും തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? വഅലൈക്കുമുസ്സലാം. മൻ അൻത, നിങ്ങൾ ആരാണ്? വാലിദ്, അപ്പോൾ വാലിദ് എന്താണ് പറയുന്നത്? അന വാലിദു ഡാഷ് ഇസ്മി ഹാഷിം, ഞാൻ ഡാഷ് ഉപ്പയാണ്, എന്റെ പേര് ഹാഷിം എന്നാണ്. ആരുടെ ഉപ്പയായിരുന്നു? മുസമ്മിലിന്റെ ഉപ്പയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? അന വാലിദു മുസമ്മിൽ. ഇനി നാദിറുൽ മദ്രസ, ഹെഡ് മാസ്റ്റർ എന്താണ് പറയുന്നത്? മിൻ ഐന അൻത ഖാദിമുൻ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വാലിദ്, അന ഖാദിമുൻ മിന ഡാഷ്, ഞാൻ ഡാഷ് നിന്നാണ് വരുന്നത്. മുസമ്മിലിന്റെ ഉപ്പ എവിടെ നിന്നാണ് വരുന്നത്? ചിത്രത്തിൽ നോക്കൂ, കർഷകന്റെ വേഷത്തിൽ പച്ചക്കറികളുമായാണ് വരുന്നത്. അപ്പോൾ കൃഷി സ്ഥലത്ത് നിന്നായിരിക്കും വരുന്നത്. നമ്മൾ എന്താണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? അന ഖാദിമുൻ മിനൽ മസ്റഅ. നാദിറുൽ മദ്രസ, ഹെഡ് മാസ്റ്റർ എന്താണ് ചോദിക്കുന്നത്? മാദാ ഫിൽ കീസി, ഈ കീസിൽ എന്താണ്? വാലിദ്, ഫിൽ കീസി, ഈ കീസിൽ ഡാഷ്. മുസമ്മിലിന്റെ ഉപ്പയുടെ കയ്യിലുള്ള കീസിൽ എന്താണുള്ളത്? പച്ചക്കറികളാണ് അല്ലേ? ഫിൽ കീസി ഖലറവാത്ത്. നാദിറുൽ മദ്രസ, ഹെഡ് മാസ്റ്റർ എന്താണ് പിന്നീട് ചോദിക്കുന്നത്? അയ്യോ ഖലറവാത്ത്, ഏതെല്ലാം പച്ചക്കറികളാണ്? വാലിദ്, എന്തെല്ലാം പച്ചക്കറികളാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സൂചനകളിലുള്ളത്? ബാമിയ, വെണ്ട, വ അദസ്, പയറ്, വ ടൊമാറ്റിം, തക്കാളി. ഇനി എന്താണ് ഉപ്പ പറയുന്നത്? വ ഫുൽഫുൽ. പിന്നെ എന്താണുള്ളത്? മുളകുമുണ്ട് അല്ലേ? ഹാദിഹി ഹദിയത്തുൽ ലിൽ മഅ്ദുബ, ഇത് സദ്യയ്ക്കുള്ള സമ്മാനമാണ്. നാദിറുൽ മദ്രസ, അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താണ് പറയുന്നത്? ജസാക്കല്ലാഹ് ഖൈറൻ, അല്ലാഹു നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. വാലിദ്, അപ്പോൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നന്ദി എന്നായിരിക്കും അല്ലേ? ശുക്രൻ. നാദിറുൽ മദ്രസ എന്തായിരിക്കും പറയേണ്ടത്? അഫ്വൻ. ആക്ടിവിറ്റി 3, അനാസിറുൽ ലുഗ, ഭാഷാ ഘടകങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹയ്യ നുകമ്മിലുൽ ജുമല, വാക്യം പൂർത്തിയാക്കാം. താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് ഇവിടെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? കിതാബൻ, ഗുർഫത്തിൻ, നശീത്വത്തുൻ, നളീഫിൻ, ഫഖീറത്തിൻ. കൂട്ടുകാർ നഅത്ത്, മൻഉത്ത് എന്നിവ പഠിച്ചിട്ടില്ലേ? അതനുസരിച്ചാണ് നമ്മൾക്ക് താഴെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ പൂർത്തിയാക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഫാത്തിമ ദാരിസത്തുൻ ഡാഷ്. ഫാത്തിമ ഡാഷ് വിദ്യാർത്ഥിനിയാണ്. കൂട്ടുകാർ, ദാരിസത്തുൻ എന്ന വാക്ക് ശ്രദ്ധിച്ചില്ലേ? ഇതേപോലെയുള്ള ഒരു വാക്കാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ബോക്സിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണത്? നശീത്വത്തുൻ. ഫാത്തിമ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. നെക്സ്റ്റ് വൺ, ഹിയ മിൻ ഉസ്റത്തിൻ ഡാഷ്. അവൾ ഒരു ഡാഷ് കുടുംബത്തിൽ നിന്നാണ്. ഇവിടെ നോക്കൂ, ഉസ്റത്തിൻ എന്ന വാക്കിന് അനുയോജ്യമായ വാക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ബോക്സിലുള്ളത് ഏതാണ്? ഫഖീറത്തിൻ. അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. അവൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, തസ്കുനു ഫി ബൈത്തിൻ ഡാഷ്. അവൾ ഡാഷ് വീട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ നോക്കൂ, ബൈത്തിൻ എന്ന വാക്കിന് അനുയോജ്യമായ വാക്ക് ബോക്സിലുള്ളത് ഏതാണ്? നളീഫിൻ. തസ്കുനു ഫി ബൈത്തിൻ നളീഫിൻ. അവൾ ഒരു വൃത്തിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. നെക്സ്റ്റ് വൺ, തഖറഉ ഫാത്തിമ ഡാഷ് മുഫീദൻ. ഫാത്തിമ ഉപകാരപ്രദമായ ഡാഷ് വായിക്കും. എന്തായിരിക്കും അവൾ വായിക്കുന്നുണ്ടാവുക? പുസ്തകമായിരിക്കും അല്ലേ?
ഇവിടെ നോക്കൂ, മുഫീദൻ എന്നത് ഫതഹ് തെൻവീൻ ആണ്. ഇതേപോലെ ഫതഹ് തെൻവീൻ തന്നിട്ടുള്ള വാക്ക് ഈ ബോക്സിൽ തന്നിരിക്കുന്നവയിൽ ഏതാണത്? കിതാബൻ. തഖറഉ ഫാത്തിമ കിതാബൻ മുഫീദൻ. നെക്സ്റ്റ് വൺ, ജലസത്ത് ഫാത്തിമ ഫി ഡാഷ് സ്വഗീറത്തിൻ. ഫാത്തിമ ചെറിയ ഒരു ഡാഷിൽ ഇരുന്നു. എവിടെയായിരിക്കും? ചെറിയ ഒരു മുറിയിലായിരിക്കും അല്ലേ ഫാത്തിമ ഇരുന്നത്? ഇവിടെ നോക്കൂ, സ്വഗീറത്തിൻ എന്നതിന് കെസ്ർ തെൻവീൻ ആണ് വന്നിരിക്കുന്നത്. അതേപോലെയുള്ള വാക്ക് ബോക്സിലുള്ളത് ഏതാണ്? ഗുർഫത്തിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഖ്താറുൽ ജംഅ ഔ അൽ മുഫ്രദ അൽ മുനാസിബി മിനൽ മുറബ്ബഇ കമാ ഫിൽ മിസാൽ. ബോക്സിൽ നിന്നും അനുയോജ്യമായ മുഫ്രദ്, ജംഅ എന്നിവ തിരഞ്ഞെടുത്ത് മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ബോക്സിൽ നൽകിയിരിക്കുന്നത്? അഷ്ജാറുൻ മരങ്ങൾ, അസ്വാഫീറു കുരുവികൾ, അർഷുൻ കൂട്, ഫർഹുൻ കിളിക്കുഞ്ഞ്, ഹയവാനാത്തുൻ മൃഗങ്ങൾ. ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? ഗർസുൻ ജംഅ അവറാസുൻ. അടുത്തത് എന്താണ്? ഹയവാനുൻ. ജംഅ എന്താണ്? ഹയവാനാത്തുൻ. നെക്സ്റ്റ് വൺ, അഫ്രാഹുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഫർഹുൻ. ഉസ്ഫൂറുൻ ജംഅ അസ്വാഫീറുൻ. അഷാഷുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഉഷുൻ. ഷജറത്തുൻ എന്നതിന്റെ ജംഅ എന്താണ്? അഷ്ജാറുൻ. ആക്ടിവിറ്റി 4 അൽ ഇക്തിഷാഫ്. നുലാഹിലു സുവറ വനുകമ്മിലുൽ ജുമല കമാ ഫിൽ മിസാൽ. ചിത്രം നോക്കി മാതൃകയിൽ നൽകിയിരിക്കുന്നത് പോലെ വാക്യങ്ങൾ പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉദാഹരണമായി നൽകിയിരിക്കുന്നത്? യമൂഉൽ ഖിത്തു. ഒരു പൂച്ചയുടെ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത്. പൂച്ചയുടെ ശബ്ദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തതായി എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു പൂവൻ കോഴിയാണ് അല്ലേ? ഡാഷ് അദ്ദീഖു. എന്താണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്? യസ്വീഹു ദീഖു. ഇനി അടുത്തതായി എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു കാക്കയെയാണ് അല്ലേ? യൻഇഖു ഡാഷ്. എന്താണ് കാക്കയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത്? യൻഇഖുൽ ഗുറാബ്. അടുത്തതായി ചിത്രത്തിൽ ഒരു സിംഹത്തെയാണ് കാണുന്നത്. ഡാഷ് അൽ അസദു. സിംഹം അലറുന്നതിന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? യസാറുൽ അസദു. അടുത്തതായി ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു നായയെയാണ് അല്ലേ? യൻബഹുൽ ഡാഷ്. നായയ്ക്ക് എന്താണ് പറയുന്നത്? യൻബഹുൽ കൽബു. അടുത്തതായി ചിത്രത്തിൽ ഒരു കാളയെയാണ് നമ്മൾ കാണുന്നത്. ഡാഷ് അസ്സൗറു. കാളയുടെ ശബ്ദം എങ്ങനെയാണ്? യഹൂറു സൗറു. ആക്ടിവിറ്റി 5 അൽ-ലാഇഹാത്ത്. പ്ലക്കാർഡുകൾ. നുലാഹിലുൽ ലാഇഹാത്തി വനക്തശിഫു മിൻഹാ മാ യുനാസിബു ബിയൗമിൽ ഇസ്തിഖ്ലാൽ. താഴെ നൽകിയിരിക്കുന്ന പ്ലക്കാർഡുകൾ നിരീക്ഷിച്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അസ്വഹതു നിഅമത്തുൻ. ആരോഗ്യം ഒരു അനുഗ്രഹമാണ്. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡല്ല അല്ലേ? നെക്സ്റ്റ് വൺ, യൗമുൽ ഇസ്തിഖ്ലാലി യൗമുൻ സഈദ്. സ്വാതന്ത്ര്യദിനം സന്തോഷകരമായ ദിവസമാണ്. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ് അല്ലേ? ഹബ്ബുൽ വത്വനി ഷെയ്മുന. രാജ്യസ്നേഹം നമ്മുടെ അടയാളമാണ്. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ് അല്ലേ? ഹാഫിളു അലൻ നലാഫ. വൃത്തിയായി സൂക്ഷിക്കുക. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. ലാ തഖ്തഇൽ അഷ്ജാർ. മരങ്ങൾ മുറിക്കരുത്. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡല്ല. പിന്നെയോ, മാ അഹ്ല യൗമുൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യദിനം എത്ര മനോഹരം. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. പിന്നെയോ, ഈദുൻ മുബാറക്കുൻ. അത് പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ് അല്ലേ? ഐഷ് സാലിമൻ യാ വത്വനി. എന്റെ രാജ്യമേ സുരക്ഷിതമായി ജീവിക്കൂ. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. അൽ ഹിന്ദു വത്വനിൽ ഹബീബ്. ഇന്ത്യ എന്റെ പ്രിയപ്പെട്ട രാജ്യമാണ്. അത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. ഇഷ്റബു മാഅൻ നഖിയ്യൻ. ശുദ്ധമായ വെള്ളം കുടിക്കുക. അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡാണ്. ഇനി നമ്മൾ തെരഞ്ഞെടുത്തവയെല്ലാം താഴെ കാണുന്ന ബോക്സിൽ കൂട്ടുകാർ പൂരിപ്പിക്കുമല്ലോ. ആക്ടിവിറ്റി 6 അൽ മൻദൂം. കവിത. ഹയ്യ നുകമ്മിലുൽ മൻദൂം. കവിത പൂരിപ്പിക്കാം.
ഉദാഹരണമായി അണ്ണാനെ കുറിച്ച് നൽകിയിരിക്കുന്ന വരികൾ കൂട്ടുകാർ വായിച്ചു നോക്കിയോ? അതേപോലെയാണ് മുയലിനെ കുറിച്ചും പൂച്ചയെ കുറിച്ചും കൊക്കിനെ കുറിച്ചും നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഉന്ദുർ ഉന്ദുർ സിഞ്ചാബി ഫൗഖൽ ഉസ്നി സിഞ്ചാബി യഅകുലു ഫനസൻ സിഞ്ചാബി യൽഅബു ദൗമൻ സിഞ്ചാബി. ഈ വരികൾ നോക്കി ഇതേപോലെ താഴെയുള്ളവ നമ്മൾക്ക് പൂരിപ്പിക്കാമല്ലോ. എങ്ങനെയാണ് നമ്മൾ മുയലിൻ്റെത് പൂരിപ്പിക്കുന്നത്? ഉൻലുർ ഉൻലുർ അർനൂബി തഹ്ത ഷജരി അർനൂബി യഅകുലു ജസറൻ അർനൂബി യദ്ഖുലു ജുഹറൻ അർനൂബി. ഇനി പൂച്ചയെ കുറിച്ച് നമ്മൾക്ക് പൂരിപ്പിച്ചു നോക്കിയാലോ? ഉൻലുർ ഉൻലുർ ഖിത്വതി ഇൻദൽ ഉമ്മി ഖിത്വതി യഅകുലു ഫഅറൻ ഖിത്വതി യമൂഉ യൗമൻ ഖിത്വതി. ഇനി ഇതേപോലെ കൊക്കിൻ്റെതും നമ്മൾക്ക് പൂരിപ്പിക്കാമല്ലോ. എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? ഉൻദുർ ഉൻദുർ ലഖലാഖി വസ്തൽ ഹഖലി ലഖലാഖി യഅകുലു സമകൻ ലഖലാഖി യത്വീറു ഫൗറൻ ലഖലാഖി. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.